നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്തുനാമത്തിൽ സ്വാഗതം, സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തക പഠനം എന്ന സീരീസിലെ 7ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ് മുതലാണ് വെളിപ്പാട് പുസ്തക പഠനം 1-ാം വാക്യം മുതൽ ക്രമാനുഗതമായിട്ട് തുടങ്ങുന്നത്. ഇതുവരെ അതിനാവശ്യമായ ചില മുന്നൊരുക്കങ്ങളാണ് നടത്തിയത്. ഈ ക്ലാസ്സിൽ ആദ്യത്തെ 3 വാക്യങ്ങളുടെ പഠനമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവതാരികയാണ് ആദ്യത്തെ 3 വാക്യങ്ങൾ. ആർക്കെഴുതി, എന്തിനെഴുതി, എങ്ങനെ ആശയവിനിമയം നടത്തി എന്നെല്ലാം ഈ വാക്യങ്ങളിൽ എഴുതിയിട്ടുള്ളത് നമുക്ക് കാണാം. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. ഇതാണ് 1-ാം വാക്യത്തിൻ്റെ വായന. അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കാം. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. ഈ വെളിപ്പാടിനെ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന് കൊടുത്തതാണ് എന്ന് ദൈവം അത് അവന് കൊടുത്തു എന്ന വാക്കുകൾ പറയുന്നു. അങ്ങനെ അത് യേശു ക്രിസ്തുവിൻ്റെതായി തീർന്നു. അതുകൊണ്ടാണ് ഇതിനെ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ് ഈ വെളിപ്പാട് എന്നും ഇതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് യേശു ക്രിസ്തു ആരാണ് എന്നതിൻ്റെ വളരെ വ്യക്തമായ ഒരു ചിത്രം നൽകുന്ന ഒരു പുസ്തകം കൂടെയാണ് ഈ വെളിപ്പാട്. വെളിപ്പാട് എന്ന വാക്യം ഇനി ശ്രദ്ധിക്കാം. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മറനീക്കി പുറത്തു കൊണ്ടുവരുന്നതിനെയാണ് വെളിപ്പാട് എന്ന് പറയുന്നത്. മൂലഭാഷയിൽ വായിക്കുമ്പോൾ ആദ്യം കാണുന്ന പദം വെളിപ്പാട് എന്ന അർത്ഥമുള്ള അപ്പോകാലിപ്സിസ് ആകുന്നു. മറ നീക്കിയിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. കാലുപ്റ്റോ എന്ന ക്രിയയ്ക്ക് മൂടി വയ്ക്കുക, മറച്ചു വയ്ക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇംഗ്ലീഷിൽ ടു കവർ അപ്പ് എന്ന് പറയും. അപ്പോകാലിപ്റ്റോ എന്ന ക്രിയയ്ക്ക് മൂടി മാറ്റുക, മറ നീക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇംഗ്ലീഷിൽ ടു ടേക്ക് ഓഫ്, കവർ, ഡിസ്ക്ലോസ്, റിവീൽ എന്നൊക്കെ അർത്ഥം വരും. അതുകൊണ്ട് അപ്പോകാലിപ്സിസിന് വെളിപ്പാട് എന്ന് തർജ്ജമ. വേഗത്തിൽ സംഭവിക്കാനുള്ളത് അഥവാ വേഗത്തിൽ സംഭവിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ, ഇതാണ് തുടർന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന വാക്കുകൾ. എൻ ടാക്കേയി എന്ന 2 വാക്കുകളെയാണ് വേഗത്തിൽ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഉടനെ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചല്ലാതെ ഈ പദം ഉപയോഗിച്ച് പറയാറില്ല. ഈ വെളിപ്പാടിലെ മിക്ക പ്രവചനങ്ങളും വേഗത്തിൽ സംഭവിക്കുവാൻ ആവശ്യമായവ ആയിരുന്നു. ആകയാൽ ഈ വെളിപ്പാട് നൽകിയതിൻ്റെ ഉദ്ദേശ്യം വേഗത്തിൽ സംഭവിക്കുവാൻ ആവശ്യമായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് തൻ്റെ ദാസന്മാരെ അറിയിക്കുകയും അവരെ അതിനു വേണ്ടി ഒരുങ്ങുവാൻ സാവകാശം കൊടുക്കുക എന്നുള്ളതും ആയിരുന്നു. തൻ്റെ ദാസന്മാരെ ബാധിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധികൾ ദൈവം തൻ്റെ ദാസന്മാർക്ക് മറച്ചു വയ്ക്കാറില്ല. ഉദാഹരണം, ദൈവം വരുത്തുവാനിരുന്ന പ്രളയം ദൈവം നോഹയ്ക്ക് മറച്ചു വെച്ചില്ല. സൊദോം ഗൊമോറയിലെ ന്യായവിധി എബ്രാഹാമിന് മറച്ചു വെച്ചില്ല, ലോത്തിനും മറച്ചു വെച്ചില്ല. ആദ്യ നൂറ്റാണ്ടിൽ നടത്തുവാനിരുന്ന ന്യായവിധി സംബന്ധിച്ച് തൻ്റെ സഭയ്ക്കും ദൈവം കാര്യം മറച്ചു വെച്ചില്ല. ഉദാഹരണത്തിന് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്: എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. അപ്പോൾ ഈ വചനം പറയുന്നത് അവർ വിശ്വാസികളാണ്, ദൈവമക്കളാണ്, ദൈവത്തിന്റെ ദാസന്മാരാണ് എന്നുള്ളതാണ്. തുടർന്ന് 5-ാം അധ്യായത്തിന്റെ 1-2 നമുക്ക് വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിക്കുവാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. ഇങ്ങനെ 2 കാര്യങ്ങളെ കുറിച്ച് തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് അറിയാം. എങ്ങനെ അറിയാം? അവർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. 1, കർത്താവിന്റെ നാൾ വരുന്നു, അല്ലെങ്കിൽ യഹോവയുടെ നാൾ വരുന്നു എന്നുള്ളതാണ്. 2, അത് വരുന്നത് അപ്രതീക്ഷിതമായിട്ട് കള്ളൻ രാത്രിയിൽ വരും പോലെ ആയിരിക്കും എന്നതാണ്. ഇങ്ങനെ ദൈവം തൻ്റെ ദാസന്മാരെ ബാധിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധികളെ അവർക്ക് മറച്ചു വെക്കാറില്ല, അറിയിച്ചു കൊടുക്കാറുണ്ട്.
അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് എന്നാണ് തുടർന്ന് 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. യേശുക്രിസ്തു തനിക്ക് ലഭിച്ച വെളിപ്പാട് തൻ്റെ ദൂതൻ വഴിയായിട്ട് യോഹന്നാനെ അറിയിക്കുകയാണ് ചെയ്തത്. ആ ദൂതനെ തൻ്റെ ദൂതൻ എന്നാണ് വിളിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതെ, ഇന്ന് ദൈവദൂതന്മാരെല്ലാം യേശു ക്രിസ്തുവിൻ്റെ കീഴിലാണ്. അവർ യേശു ക്രിസ്തുവിൻ്റേതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഉദാഹരണമായിട്ട് കൊലോസ്യർ 1 അതിൻ്റെ 15-16 വാക്യങ്ങൾ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതായത് സ്വർഗത്തിലുള്ളതും അദൃശ്യമായതുമായ സിംഹാസനങ്ങളും കർത്തൃത്വങ്ങളും വാഴ്ചകളും അധികാരങ്ങളും യേശു ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയാണ്. സ്വർഗത്തിലും സിംഹാസനങ്ങളും കർത്തൃത്വങ്ങളും വാഴ്ചകളും അധികാരങ്ങളും ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. യേശു ക്രിസ്തു എന്ന രാജാതി രാജാവിൻ്റെ കീഴിൽ വാഴുന്നവരായ സിംഹാസനങ്ങളും കർത്തൃത്വങ്ങളും വാഴ്ചകളും അധികാരങ്ങളും ഇവർ ദൈവദൂതന്മാർക്ക് സമാനരായ, എന്നാൽ കർത്താവിൻ്റെ രാജ്യത്തിലെ ഭരണങ്ങളെ നിറവേറ്റുന്ന കൂടെയുള്ളവരായ ഭരണാധികാരികളാണ്, ആത്മാക്കളാണ്. ഇവയെല്ലാം സൃഷ്ടിച്ചത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാം യേശു ക്രിസ്തുവിൻ്റെ വകയാണ്. മാത്രമല്ല, ആർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു? യേശു ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. ആകയാൽ ഇന്ന് അവയെ എല്ലാം തനിക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അവിടുന്ന് അവരുടെ മേൽ വാഴുന്നു. അവരെല്ലാം തൻ്റെ സ്വന്തം ആകുന്നു. ഇനി 1 പത്രോസ് 3:22, അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടും ഇരിക്കുന്നു. യേശുക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു എന്ന് നാം എല്ലാവരും അംഗീകരിക്കുന്ന സത്യമാണ്. മാത്രമല്ല, സ്വർഗത്തിലെ സകല ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. ദൂതന്മാരും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവരെല്ലാം തൻ്റേതാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. മൂന്നാമതൊരു വചനം കൂടെ, എഫേസ്യർ 1:20-22 വരെ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തു ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകലനാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് സർവത്തിനും മീതെ തലയാക്കി. അതായത് സ്വർഗത്തിലെ വാഴ്ചയും അധികാരവും ശക്തിയും കർത്തൃത്വം എല്ലാം ദൂതന്മാരെ പോലെ ആത്മാക്കളാണ്. അവരെല്ലാം അവന്റെ കാൽ കീഴാകുന്നു, അവൻ്റേതാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള തൻ്റെ ദൂതന്മാരിൽ ഒരുവനെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാവരും തന്നെ ഭരണകർത്താക്കന്മാരാണ്, അല്ലാതെ സന്ദേശവാഹകന്മാരായിട്ടുള്ളവരുണ്ട്. അവരിൽ ഒരുവനെയാണ് വെളിപ്പാട് സന്ദേശവുമായിട്ട് യേശു ക്രിസ്തു യോഹന്നാന്റെ അടുക്കൽ അയച്ചത്. തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു എന്ന വാക്കുകൾ ഇനി ശ്രദ്ധിക്കാം. വെളിപ്പാടിനെ അപ്പസ്തോലനായ യോഹന്നാനായിരുന്നു വെളിപ്പെടുത്തിയത്. അതിൻ്റെ ഉള്ളടക്കത്തെ പൊതുവെ പ്രവചനം എന്നാണ് വിളിച്ചിരിക്കുന്നത്. 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇത് സ്പഷ്ടമാണ്. ഇക്കാരണത്താൽ യോഹന്നാൻ ഒരു പ്രവാചകനായിരുന്നു. 22-ാം അധ്യായം 9-ാം വാക്യത്തിൽ നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെ എന്ന പ്രസ്താവന യോഹന്നാനോട് പറഞ്ഞുകൊണ്ട് ദൂതൻ താൻ ഒരു പ്രവാചകനാണെന്ന കാര്യത്തെ തുറന്നു പറയുകയാണ് ചെയ്യുന്നത്. സത്യവേദ പുസ്തകത്തിലെ പ്രദർശിപ്പിച്ചു എന്ന തർജ്ജമ കൃത്യമല്ല. പകരം ഇതര ഭാഗങ്ങളിൽ തർജ്ജമ ചെയ്ത പോലെ സൂചിപ്പിച്ചു എന്നാണ് തർജ്ജമ ചെയ്യേണ്ടിയിരുന്നത്. സൂചിപ്പിച്ചു എന്ന പദത്താൽ അർത്ഥമാക്കുന്നത് അടയാള രൂപത്തിൽ, ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് നേരിട്ട് അർത്ഥം വ്യക്തമാക്കുന്ന പോലെയല്ല, അടയാള രൂപത്തിൽ പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷിൽ KJVയിൽ ആ വാക്കിനെ സിഗ്നിഫൈ എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ആ തർജ്ജമ ശരിയുമാണ്. സൈൻ എന്ന നാമത്തിന്റെ ഒരു ക്രിയാരൂപമാണ് സിഗ്നിഫൈ എന്നുള്ളത്. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സയൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. വിശദാംശങ്ങൾക്ക് വെളിപ്പാട് പുസ്തക പഠനം 1-ാം ഭാഗം കേൾക്കുക. വേഗത്തിൽ സംഭവിപ്പാനിരുന്ന കാര്യങ്ങളെ അടയാള രൂപത്തിൽ സൂചിപ്പിച്ച് കാണിച്ചതുകൊണ്ട് അതിനെ ബൈബിളിലെ ഇതര ഭാഗങ്ങളുടെ വെളിച്ചത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന്, യോഹന്നാൻ ദർശനത്തിൽ ഒരു അറുക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞാടിനെ കണ്ടു. ആശയം അക്ഷരാർത്ഥത്തിൽ ആയിരുന്നുവോ മനസ്സിലാക്കേണ്ടിയിരുന്നത്? അല്ല.
ഇതാ ലോകപാപങ്ങളെ ചുമക്കുന്ന കുഞ്ഞാട് എന്ന് സ്നാപകയോഹന്നാൻ വിശേഷിപ്പിച്ച യേശുക്രിസ്തു എന്ന കുഞ്ഞാടാണ് അത് എന്നാണ് നാം എല്ലാവരും വിലയിരുത്തുന്നത്. ഇങ്ങനെ മനസ്സിലാക്കേണ്ട വ്യാഖ്യാന രീതിയിൽ വരുന്ന വ്യതിയാനങ്ങളും കുറവുകളും നിമിത്തമാണ് വെളിപ്പാട് പുസ്തകം കൃത്യമായി മനസ്സിലാക്കുന്നതിൽ പലരും പരാജയപ്പെടുന്നത്. ഇനി വെളിപ്പാട് പുസ്തകം 1:2 നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ഇപ്രകാരം അക്കമിട്ട് പിരിച്ചെഴുതാം. ദൂതൻ യോഹന്നാൻ വെളിപ്പെടുത്തിയതെല്ലാം ദൈവവചനമായിരുന്നു. കാരണം അത് യേശുക്രിസ്തു ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വചനമായിരുന്നു, ദൈവത്തിന്റെ വചനമായിരുന്നു. 2, അത് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായിരുന്നു. കാരണം യേശുക്രിസ്തു പിതാവിൽ നിന്ന് പ്രാപിച്ച് ദൂതൻ മുഖാന്തരം സാക്ഷിച്ചതായിരുന്നതുകൊണ്ട് അത് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യമായിരുന്നു. 3, ദൂതൻ യേശുക്രിസ്തുവിന്റെ അടുക്കൽ നിന്നും പ്രാപിച്ചതാകയാൽ ദൂതനും ഒരു സാക്ഷിയായി. താൻ ചെയ്ത പ്രവൃത്തിയും സാക്ഷീകരിക്കലായി തീർന്നു. സത്യവേദ പുസ്തക പരിഭാഷ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി യോഹന്നാൻ കണ്ടതൊക്കെയും യോഹന്നാൻ സാക്ഷീകരിച്ചു എന്നാണ് തോന്നുക. എന്നാൽ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്ന പ്രകാരം തർജ്ജമ ഇപ്രകാരമായിരിക്കും വരിക: അവൻ ദൈവത്തിന്റെ വചനത്തെയും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തെയും സാക്ഷീകരിച്ചു, അവൻ അവയെല്ലാം കണ്ടു. അതായത് ദൂതൻ ദൈവത്തിന്റെ വചനത്തെയും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തെയും സാക്ഷീകരിച്ചു, യോഹന്നാൻ അവയെല്ലാം കണ്ടു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 4-ാമത്തെ പോയിന്റ്, ദർശന രൂപത്തിൽ ആശയവിനിമയം ചെയ്തതുകൊണ്ട് യോഹന്നാൻ അവയെല്ലാം കണ്ട് മനസ്സിലാക്കുകയായിരുന്നു. ഇനി വെളിപ്പാട് പുസ്തകം 1:3 നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കാം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ എന്ന ആ 3 വാക്കുകളുടെ മേൽ നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കാം. വെളിപ്പാട് പുസ്തകത്തെ അതിന്റെ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവചന പുസ്തകമായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ആ തരംതിരിച്ചുള്ള പ്രസ്താവനയാണ് അത്. അടുത്തതായിട്ട് വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന പ്രസ്താവനയെ നമുക്ക് ശ്രദ്ധിക്കാം. വായിക്കുന്നവനും എന്ന് മാത്രം തർജ്ജമ ചെയ്യേണ്ട ഒരു പദത്തെയാണ് വായിച്ച് കേൾപ്പിക്കുന്നവനും എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ തർജ്ജമ ശരിയാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം അതിനടുത്ത് പറഞ്ഞിരിക്കുന്നത് കേൾക്കുന്നവർ എന്നാണ്. അപ്പൊ ഒരുവൻ വായിച്ച് കേൾപ്പിക്കുകയും മറ്റുള്ളവർ കേൾക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് തർജ്ജമ ചെയ്തിരിക്കുന്നു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഈ വചനങ്ങൾ കേൾക്കുവാൻ ആവശ്യമുള്ളവരുടെ ചെവിയിൽ അത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് അനുഗ്രഹീതമായ ഒരു പ്രവൃത്തിയാണ്. കാരണം കേട്ട് മാനസാന്തരപ്പെടുവാൻ ആവശ്യമുള്ളവർ മാനസാന്തരപ്പെടുവാൻ ഇടയാകുമല്ലോ. അവർ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ന്യായവിധി സഹിക്കേണ്ടി വരും. ആകയാൽ വചനം കേൾക്കുവാനുള്ള അവസരം വായിച്ച് കേൾപ്പിക്കുന്നതിലൂടെ ഉണ്ടാകും. അറിവില്ലായ്മയിൽ അവർ നശിച്ചു പോകുവാൻ ഇടയാവുകയില്ല. ഇന്ന് സുവിശേഷം അറിയിക്കുന്നവർ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വായിച്ച് കേൾപ്പിക്കുന്നവർ, പറഞ്ഞു കേൾപ്പിക്കുന്നവർ അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയാണ് നിർവഹിക്കുന്നത്. അനേകർ അറിവില്ലായ്മയിൽ നശിച്ചു പോകാതിരിക്കുവാൻ അതിനാൽ ഇടയായിട്ട് തീരുന്നു. എൻ്റെ ജനം പരിജ്ഞാനമില്ലായ്കയിൽ നശിച്ചു പോകുന്നു എന്ന വിലാപ വാക്കുകൾക്ക് അതിനാൽ കുറവുണ്ടാവുകയും ചെയ്യും. വെറും അറിവ് പകരുക എന്ന ഉദ്ദേശത്തിലല്ല ഈ പ്രവചനങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത് എന്നും ചിലർ മാനസാന്തരപ്പെടണം എന്ന ലക്ഷ്യം അതിലുണ്ട് എന്നും ഈ പ്രവചനങ്ങളെ അറിയിച്ചുകൊണ്ടിരുന്ന അങ്ങനെയാണ് എന്ന് നാം കണ്ടു. വേറെയും ചില ലക്ഷ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ദൈവം സൊദോമിന്റെ മേൽ വരുത്തുവാനിരുന്ന ന്യായവിധിയെക്കുറിച്ച് എബ്രഹാമിനെ അറിയിച്ചപ്പോൾ കേവലം അറിവ് പകരുക എന്നതായിരുന്നുവോ ഉദ്ദേശം? അല്ല, അതങ്ങനെ ആയിരുന്നില്ല എന്ന് കർത്താവിന്റെ വാക്കുകളും എബ്രഹാമിന്റെ പ്രവൃത്തികളും വ്യക്തമാക്കുന്നു. സൊദോമിന്റെ നാശം ഉടനെ സംഭവിക്കുവാനുള്ളതായിരുന്നു. അവിടെ നീതിമാനായ ലോത്തും കുടുംബവും വസിക്കുന്നുണ്ടായിരുന്നു. ദുഷ്ടനോടുകൂടെ നീ നീതിമാനെയും സംഹരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു പക്ഷപാത പ്രാർത്ഥന ദുഷ്ടനോടുകൂടെ നീതിമാനെ സംഹരിക്കാതിരിക്കുവാൻ, അഥവാ ലോത്തിന്റെയും മക്കളുടെയും രക്ഷയ്ക്ക് ആ പ്രാർത്ഥന കാരണമായിട്ട് തീർന്നു.
ആകയാൽ ദൈവം എബ്രാഹാമിന് സൊദോമിന്റെ മേൽ വരുത്തുവാനിരുന്ന ന്യായവിധിയെക്കുറിച്ച് അറിവ് കൊടുത്തപ്പോൾ ദുഷ്ടനോടുകൂടെ നീതിമാനെ സംഹരിക്കാൻ ആഗ്രഹിക്കാത്തവനായ ദൈവത്തിന്റെ ഹൃദയത്തിൽ എബ്രാഹാം ലോത്തിന് വേണ്ടി അപേക്ഷിച്ചെങ്കിൽ, പക്ഷപാതം ചെയ്തെങ്കിൽ എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം അങ്ങനെ സഫലമായി തീരുകയും ചെയ്തു. AD 70 ന്യായവിധിയുടെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചപ്പോൾ കർത്താവ് അത് ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ അപ്രതീക്ഷിതമായി വരും എന്ന മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17:28 വായിച്ചാൽ ഇത് വ്യക്തമാണ്. ആ ന്യായവിധിയുടെ ദൈർഘ്യം തിരഞ്ഞെടുക്കപ്പെട്ടവർ നിമിത്തം ചുരുങ്ങും എന്നും കർത്താവ് അറിയിക്കുകയുണ്ടായി. മത്തായി എഴുതിയ സുവിശേഷം 24:22 അത് വ്യക്തമാണ്. അതുകൊണ്ട് നീതിമാന്മാരെ കുറിച്ചും വൃതന്മാരെ കുറിച്ചുമുള്ള ഭാരം കർത്താവിനുണ്ടായിരുന്നു. അവർ നശിച്ചു പോകരുത് എന്നായിരുന്നു താൻ ആഗ്രഹിച്ചിരുന്നത്. അവരുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബ്ദത്തിലോ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് കൽപ്പിച്ച കർത്താവ് നീതിമാന്മാർ, തൻ്റെ വൃതന്മാർ പാപികളോട് കൂടെ നശിച്ചു പോകാതിരിക്കണം എന്ന് ആഗ്രഹിച്ചു. എന്തിന്? അതിശൈത്യത്തിലൂടെ ഓടി രക്ഷപ്പെടുവാൻ ഉള്ള അവരുടെ ബുദ്ധിമുട്ട് കണക്കാക്കി അങ്ങനെ പോലും സംഭവിക്കരുത് എന്ന് കർത്താവ് ആഗ്രഹിച്ചു പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ അവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആകയാൽ ഈ അറിയിപ്പ്, വെളിപ്പാട് പുസ്തകത്തിലെ അറിയിപ്പുകൾ നൽകിയപ്പോൾ ഉടനെ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുവാൻ പോകുകയായിരുന്ന അവരുടെ ഇടയിലുള്ള നീതിമാന്മാർ നശിച്ചു പോകരുത്, നശിച്ചു പോകാതിരിക്കുവാൻ സഭ പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിച്ചു കാണില്ലേ? തീർച്ചയായിട്ടും ആഗ്രഹിച്ചു കാണും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിന്റെ വായന അനേകരുടെ പ്രാർത്ഥനയ്ക്ക് പ്രചോദനമായിട്ട് തീർന്നിട്ടുണ്ട് എന്നത് നിസ്തർക്കമായ സംഗതിയാണ്. ദുഷ്ടനോടുകൂടെ ദൈവം നീതിമാനെയും സംഹരിക്കാതിരിക്കേണ്ടതിന് നിരവധി പേരുടെ യാചന ദൈവം കേട്ടിട്ടുണ്ടാകണം. അനേകരുടെ മാനസാന്തരത്തിനും അനുസരണത്തിനും അത് കാരണമായിട്ടും ഉണ്ടാകണം. ഇന്നും വെളിപ്പാട് പുസ്തകത്തിന്റെ വായന അനേകരുടെ പ്രാർത്ഥനയ്ക്കും മാനസാന്തരത്തിനും അനുസരണത്തിനും കാരണമായിട്ട് തീരുന്നുണ്ട്. സമയമെടുത്തിരിക്കുന്നു എന്നുള്ള ആ 2 വാക്കുകളിലേക്ക് ഇനി നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കാം. കൃത്യമായി തർജ്ജമ ചെയ്താൽ എന്തുകൊണ്ടെന്നാൽ സമയം സമീപം എന്നായിട്ട് തീരും. അതായത് ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന് യോഹന്നാൻ പറഞ്ഞത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ദൂതൻ പറഞ്ഞത് എന്തുകൊണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? സമയം അടുത്തിരിക്കുന്നതുകൊണ്ട്, സമയം സമീപമായിരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് വെളിപ്പാടിലെ വചനങ്ങൾക്ക് ഒരു അടിയന്തര സ്വഭാവമുണ്ട്. ഉടനെ സംഭവിക്കേണ്ടതാകുന്നു എന്നുള്ള സ്വഭാവമുണ്ട്. ഇത് 2ാം പ്രാവശ്യമാണ് ഈ പ്രവചന പുസ്തകത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തി ഉടനെ ഉണ്ടാകും എന്ന സൂചന നൽകിയിരിക്കുന്നത്. വേഗത്തിൽ സംഭവിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ എന്ന് 1ാം വാക്യത്തിലും സമയം സമീപം എന്ന് ഇവിടെയും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വെളിപ്പാടിലെ വചനങ്ങൾക്കുള്ള അടിയന്തര സ്വഭാവം അവഗണിച്ചാൽ വെളിപ്പാട് പുസ്തകം ഗ്രഹിക്കുവാൻ കഴിയുന്നതല്ല. ഈ പ്രവചനത്തിന്റെ വായന, കേൾവി, അതിനെ പ്രമാണിക്കൽ എന്നിവകൊണ്ടുള്ള പ്രയോജനം ഏറ്റവും ലഭിച്ചത് ഈ വചനങ്ങൾ ലഭിച്ച ആ 7 സഭകൾക്കായിരുന്നു. എന്നാൽ പ്രമാണിക്കുന്നതിന് നൽകിയിരിക്കുന്ന വിവിധ കൽപ്പനകൾ അന്നും ഇന്നും ഒരുപോലെ പ്രസക്തമാണ്. അതുകൊണ്ട് ഈ പ്രവചനത്തെ നമുക്കും വായിക്കാം, വായിച്ച് കേൾപ്പിക്കാം, കേൾപ്പിക്കുന്നത് കേൾക്കാം, അതിലെ ഉപദേശങ്ങളെ ശ്രദ്ധയോടെ അനുസരിച്ച് ജീവിക്കാം, പ്രമാണിക്കാം. കാരണം നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ, കർത്താവിന്റെ 2ാം വരവും പുനരുത്ഥാനവും ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നുവല്ലോ. റോമർ 13:11 വായിച്ചാൽ ഇത് നമുക്ക് കാണാം. ആകയാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹപൂർണമായ ഒരു അനുസരണ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.